ഇപ്പം ഒരു നോൺ ക്രിസ്ത്യൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ, നോൺ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് അവർ ആ ഉടമ്പടി കർശനം കൃത്യമായിട്ട് ചെയ്യും, അല്ലേ? എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്യും. അവർക്ക് ചോറൊക്കെ എടുത്ത് ഇത്ര കിലോമീറ്റർ അകലെ കൊണ്ടുപോയി കൊടുക്കും. രോഗികളെല്ലാം കണ്ട് അവരെ സഹായിക്കും. നിങ്ങൾ രോഗികളെയൊക്കെ കാണുമ്പോഴും അല്ല, ചില രോഗികൾക്ക് ചില ആൾക്കാർ കൂട്ടു നിൽക്കാനൊക്കെ പോകത്തില്ല. ഇപ്പോഴത്തെ മെയിൻ സംഭവം എന്താണ്? കൂട്ടു നിൽക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ കൂട്ടിയിട്ട് ഭരിക്കണം ആൾക്കാർ. കൂട്ടു നിൽക്കാൻ ആരുമില്ല, അതുകൊണ്ട് എല്ലാവരെയും കൂട്ടിയിട്ടിട്ട് ഒരാളെ ഏൽപ്പിക്കും. അതല്ലേ ഇപ്പോൾ ലോകത്ത്. ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നേഴ്സുമാരൊക്കെ കയറിപ്പോണ എന്താണ്, ചിലൊക്കെ സീനിയർ സിറ്റിസൻസിനെ നോക്കുകയാണ്. എന്താണ്? കൂട്ടു നിൽക്കാൻ ആരുമില്ല. ഇവർ സീനിയർ സിറ്റിസനെ നോക്കാൻ വേണ്ടി കൂട്ടു നിൽക്കാൻ പോകുമ്പോൾ നമ്മുടെ ഇവിടെ ഇതുപോലെ കൂട്ടു നിൽക്കാൻ ആരുമില്ലാതെ വീട്ടിൻ്റെ വരാന്തയിലും അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ദ്രവിച്ചും ഇങ്ങനെ കുത്തിയിരിക്കണ കാണാം. അപ്പം നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് കഴിയുമ്പോൾ വാച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ, ഇല്ലേ? രോഗിനെയൊക്കെ കാണാൻ പോവുകയും നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ രോഗിനെ കാണാം, ആശുപത്രി വല്ല രോഗികളുണ്ടോ ചോദിക്കും. ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അച്ഛൻ പറഞ്ഞായിരുന്നു, ഞാൻ എൻ്റെ രോഗിനെയൊക്കെ കാണാൻ പോകണമെന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വല്ലതും പോയിട്ടുണ്ടോ രോഗികൾ? നിങ്ങൾ ആശുപത്രി പോയായിരുന്നു നോക്കി വെറുതെ പോയി ഇത് വകുപ്പ് നോക്കിയെടുത്ത് പോകും. പോയി അവിടെ പോയി എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും. എൻ്റെ ചേച്ചി അവിടെ പോയിട്ട് നിങ്ങളെ ആദ്യ കാലങ്ങളിൽ എനിക്കറിയാം, ഇത് ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞാൽ തുടങ്ങിയ സംഭവം. എന്നിട്ട് ഇവിടുത്തെ പാർട്ടി പ്രവർത്തിക്കുന്ന അക്രൈസ്തവരായിട്ട് ചില സഹോദരങ്ങളെ ഈ പത്രം എടുത്തുകൊണ്ട് ഹരിപ്പാട് ആശുപത്രി പോയിട്ട് ആ വല്യപ്പനെ കണ്ടു കാണാൻ പാടില്ലായിരുന്നു രോഗിക്ക്. എന്ത് ചെയ്തെന്നറിയാമോ? ആ പത്രം മുഴുവൻ ആ ചേച്ചി അവിടെ ഇരുന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തവർക്ക്. ഇങ്ങനെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. ഇന്ന് കൃപാസനത്തിന് ഇത്രയും തൊട്ടാൽ ചവിട്ടിയാൽ അപ്പം അനുഗ്രഹം കിട്ടുന്ന കാര്യം, ഇതിൻ്റെ പിന്നിൽ ആസ്തികൾ ഇട്ടിരിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല, ദൈവത്തിൻ്റെ പദ്ധതികളോട് സഹകരിച്ച അനേകായിരങ്ങളുണ്ട്. അവരെല്ലാവരും കാത്തലിക്സോ ക്രിസ്ത്യൻസോ അല്ല, പകുതിയോളം നോൺ ക്രിസ്ത്യൻസാണ്. അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനം എന്താ? ഹരിപ്പാട് ആശുപത്രി ചെന്ന് അപ്പാപ്പന് കണ്ണു കാണാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ആ 8 പേജ് പത്രവും അവിടെ ഇരുന്നിട്ട് വായിച്ച് കേൾപ്പിച്ച് കൊടുത്ത്, അപ്പാപ്പ ഇതുപോലെ അപ്പാപ്പനെ സുഖപ്പെടുത്തി, ഞാൻ പ്രാർത്ഥിച്ചോളാം, ഉറപ്പ് കൊടുത്ത് പോരുകയാണ്. അവരെ ക്രിസ്തുവിനെ കൈമാറി പോരുകയാണ്. അപ്പോഴാണ് അതാണ് ഈ യുവാക്കന്മാരൊക്കെ ദർശനങ്ങൾ കാണുമെന്ന് പറഞ്ഞ ആധ്യാത്മിക പക്വതയിലേക്ക് ഈ മനുഷ്യൻ കൈമാറ്റക്കാരിയായി മാറുകയാണ്. ദൈവം നോക്കണത് എന്താണ്? ക്രിസ്തുവിനെ കൈമാറ്റാൻ നിങ്ങളെ കൊള്ളാമോ എന്നാണ് കവനൻ്റെ കഴിയുമ്പോൾ നോക്കണത്. അല്ല നിങ്ങൾക്ക് PR കിട്ടാനുള്ള പഴുതുണ്ടാക്കി തരാമെന്നല്ല. അതെന്ന് വെച്ചാൽ നിസ്സാരമായ കാര്യമാണ്. കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ 10,000 കിടക്കുന്നത്. ജപ്തി ആയാലും അതുപോലെ തന്നെ മാറാരോഗമായാലും 4th സ്റ്റേജ് ആയാലും എത്ര സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് വേണം? ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം കിട്ടി, വയറിനകത്ത് മുഴ വന്ന് ക്യാൻസർ ആയിരിക്കണേ, അപ്പോൾ അത് ഓപ്പറേഷനാണ്. ഞാൻ പറഞ്ഞു മോളെ അത് ചുരുങ്ങിപ്പോകുമെന്ന് പറഞ്ഞ്. എന്നിട്ട് ഞാൻ തിരിഞ്ഞ് മാതാവിനോട് പറഞ്ഞു, ഓപ്പറേഷനുള്ള ബോഡിയൊന്നും അവിടെ ഇല്ല, അത് ചുരുക്കിപ്പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ്. നിന്നോട് ചോദിക്കാതെയാണ് പറഞ്ഞത്, ഇപ്പം നിന്നോട് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് അവസാനം ചുരുങ്ങിപ്പോയി. അതെന്ന് പറയണത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഉള്ളൊരു കമ്മ്യൂണിക്കേഷനാണത്. അവർ ചുരുക്കി വിടണം, അല്ലാതെ അവർക്ക് വേറെ അവിടെ നിൽക്കാൻ അവർ ബൈസ്റ്റാൻഡർ പോലും ഇല്ലാത്ത ആളാണ്. അവർക്ക് എന്തെങ്കിലും വന്നു പോയാൽ ഒരു കപ്പ് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാൻ ആരും ഇല്ലാത്തവരാണ്. അപ്പം അത് മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ ദൈവം മാത്രമേ അവർക്കുള്ളൂ. ഞാൻ അത്രേ അമ്മയെ പറഞ്ഞിട്ടുള്ളൂ, ദൈവം മാത്രമേ അവർക്കുള്ളെന്നേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അത് ചുരുങ്ങിപ്പോകുമെന്ന് പറഞ്ഞേക്കണത്. ദൈവം മാത്രമേ ഉള്ളവർക്ക്. അപ്പോൾ ഇതെന്ന് പറയണത് ഒരു ദൈവത്തിനെ അനുസരിച്ചുകൊണ്ട്, ദൈവത്തിനെ സ്നേഹിച്ചുകൊണ്ട് മനുഷ്യൻ്റെ സങ്കടങ്ങളിൽ പങ്കെടുക്കണം. നിങ്ങൾ ആശുപത്രിയിൽ പോയി നിൽക്കുമ്പോൾ എന്താ ചെയ്യണം? നിങ്ങൾ ആശുപത്രിയിൽ പോയി സന്ദർശനമല്ല ഇത്, മറിച്ച് പങ്കെടുക്കലാണ്. ബൈബിൾ അങ്ങനെയാണ് പറയേണ്ടത്. കൊളോസ്യസ് 1:11 എടുത്തേ, ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഉറക്കെ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ. 1:11 കൊളോസ്യൻസ്. പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. ഈ നിത്യമഹത്വത്തിന് കാരണമാക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാവോ? ഭൂമിയിലുള്ള സഹിക്കുന്നവരുടെ സഹനങ്ങളോട് നമ്മളെടുക്കുന്ന പങ്കാളിത്തമാണ്. ഈ പങ്കാളിത്തത്തെക്കുറിച്ച് എന്താ പറയണത്? 1:11 പറഞ്ഞ് സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. അപ്പൊ സഹന ഇവിടെ ഒരു വിഷയം വെച്ചാൽ, നിങ്ങൾക്ക് സഹനം ഉണ്ടെങ്കിൽ, ഇപ്പം ഒരു ബൈസ്റ്റാൻഡർ, അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം. ഒരു ബൈസ്റ്റാൻഡർ ഉടനെ അവർ കുറച്ച് കഴിയുമ്പോൾ ഒരു രോഗിയുടെ പോയി നിൽക്കണേ, അപ്പൻ്റെ കൂടെ നിന്നാലും അമ്മയുടെ കൂടെ നിന്നാലും ഈ അമ്മ മകളോട് പറയും, മകളെ കുഞ്ഞുങ്ങൾ വരാൻ സമയമായില്ല, നീ പോയിക്കോ എന്ന് പറയും. എന്താണെന്നറിയാം? എന്തുകൊണ്ട്? അമ്മ ആശുപത്രി കിടക്കണം, അമ്മ എടുത്ത് മകൾ കാണാൻ വേണ്ടി പോയി നിൽക്കുകയാണ്. അപ്പം അമ്മ മകളോട് പറയണതാണ്, എന്താണ് പറയുന്നത്? മകളെ കുഞ്ഞുങ്ങൾ വരാൻ സമയമായില്ല, നീ പോണില്ലേ? എന്താ കാര്യം? അമ്മയ്ക്കറിയാം ഇവൾ വാച്ചെടുത്ത് നോക്കാൻ കുറഞ്ഞ നേരമായി, സമയമില്ലല്ലോ. അമ്മയ്ക്കറിയാവേ ഈ കളി കുറേ നേരമായി തുടങ്ങിയിട്ടേ, 2:30 തൊട്ട് തുടങ്ങിയാണ്. കഴിച്ചിട്ട് നോക്കും, നേരോട്ട് നോക്കും, മാച്ചിട്ട് നോക്കും, പുറകോട്ട് നോക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ദുഃഖമാകുന്ന കാരണം അമ്മ അഡ്വാൻസ് പറഞ്ഞിരിക്കുകയാണ്, നീ പൊയ്ക്കോ എന്ന് വെച്ചാൽ ഈ സഹനത്തിൽ നമുക്കൊരു ആളിൻ്റെ സഹനത്തിൽ പങ്കെടുക്കണമെങ്കിൽ സന്തോഷം ഉണ്ടാകണം. പച്ചിട്ട് നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ സഹനങ്ങളൊക്കെ ദൈവം അംഗീകരിക്കണമെങ്കിൽ സന്തോഷം ഉണ്ടാകുന്ന നോക്കും. അതിൻ്റെ അകത്ത് മനസ്സിലായില്ല? അത് സീരിയസ് വിഷയമാണ്. നിങ്ങൾക്ക് സഹനങ്ങളൊന്നുമില്ലെന്ന് ഞാൻ പറയണില്ല. ഭർത്താവിൻ്റെ നിങ്ങൾ സഹകരിക്കുന്നുണ്ട്, മക്കളുടെ കൂടെ സഹനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, നാട്ടുകാരുടെ സഹനങ്ങളിൽ പങ്കെടുക്കുന്നു, പക്ഷേ സന്തോഷമില്ല. അത് കാരണം ഈ സംഭവങ്ങളെല്ലാം ഒരു പൊട്ടയായിരിക്കണേ. കാര്യം ദൈവസ്നേഹം ഉണ്ടെങ്കിലേ സന്തോഷം ഉണ്ടാകത്തുള്ളൂ. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ലെന്ന് ഈശോ പറഞ്ഞില്ലേ? അത് ഈ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വെക്കേണ്ട വചനമാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. എനിക്ക് നിങ്ങളെ അറിയാം. ശ്രുതിക്കടല്ലേ? യോഹന്നാൻ 5:42 എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. അപ്പോൾ ഈ മനുഷ്യൻ കർത്താവ് നോക്കണ ഒറ്റ, നിങ്ങൾ കവനൻ്റ് എടുത്തില്ലേ, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ അല്ലേ, ഇതൊന്നും അല്ല പ്രശ്നം. ദൈവം നോക്കണത് എന്താണ്? നിങ്ങളിൽ ദൈവസ്നേഹമുണ്ടോ ഇല്ലേ, അവിടെ വിഷയം. സതീഷ് എന്താ വിചാരിക്കണത്? സതീഷിന് ദൈവസ്നേഹമുണ്ട്, അതുകൊണ്ട് ദൈവം കമ്മ്യൂണിക്കബിളാണ്. അവനോട് പരിശുദ്ധാത്മ പറഞ്ഞു, ഇനി നിനക്കൊരു കുറവുണ്ട്, നീ ക്രിസ്തുവിൻ്റെ പാർട്ടാകണമെന്ന് പറഞ്ഞു. അപ്പോൾ സതീഷ് പറഞ്ഞു, ഞാനെങ്ങനെ ക്രിസ്തുവിൻ്റെ പാർട്ടാകണത്? അവന് പെട്ടെന്ന് പിടികിട്ടി. എന്താ കാര്യം? കുർബാനക്കൊക്കെ പോകാൻ തുടങ്ങിയ ആൾ, കുർബാനക്കൊക്കെ പോകേണ്ട ആൾ, പക്ഷേ കുർബാനക്ക് ചെല്ലുമ്പോഴും കുർബാന സ്വീകരിക്കാൻ പറ്റണില്ല. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഞാനായാലും പാർട്ടായിട്ട് കാര്യം. ഈ മനുഷ്യൻ അവസാനിപ്പിക്കണത്, ഇന്ന് എൻ്റെ പേര് ജോസഫാണെന്നും പറഞ്ഞാൽ അവസാനിപ്പിക്കണത്. അതെന്താ കാര്യത്തിന്? അതിൻ്റെ റിസ്ക് പുള്ളി എടുത്തു. എന്നുവെച്ചാൽ ഇതിൻ്റെ അകത്ത് അച്ഛനില്ല, പള്ളിയില്ല, പട്ടക്കാരനില്ല, സഭയില്ല, ഒന്നുമില്ല. അയാളും അയാളുടെ ദൈവവും തമ്മിലുള്ള ഇടപാടുകളേ ഉള്ളൂ അതിൻ്റെ അകത്ത്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ ആളുടെ ഉടമ്പടിയിൽ ഈ ആൾക്ക് നല്ല ദൈവസ്നേഹമുണ്ട്. കാര്യം ദൈവസ്നേഹം ഉണ്ടാകാൻ കാരണം ഇത്രയും നാൾ അനുഭവിക്കാത്ത ഒരു സൗഖ്യമാണ് അനുഭവിച്ചത്. പിന്നീട് അയാൾക്ക് കിട്ടിയ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിടെ കൂടിയ ദർശനങ്ങൾ, സ്വപ്നങ്ങൾ, അയാളുടെ ദൈവമേഖലയിൽ ആയിപ്പെട്ടപ്പോഴപ്പോൾ അദ്ദേഹത്തിന് ദൈവത്തെക്കുറിച്ച് കൃത്യമായ ഒരാശയം കിട്ടി. ഉടമ്പടി റേഞ്ചുകൾ ഭയങ്കരമാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭൗതികമായ കണ്ണുനീര് ഒപ്പിയെടുക്കുക ആണ് ഞങ്ങളുടെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ലെന്ന് ഞാൻ ഈ ഉടമ്പടി തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ട്.
ഒരാളെ മതം മാറ്റുകയോ ഒരാളെ ജ്ഞാനസ്നാനപ്പെടുത്തുകയോ ഇതൊന്നും കൃപാസനത്തിൻ്റെ ലക്ഷ്യമല്ല. ലക്ഷ്യമെന്താണ് കാര്യം? നിങ്ങൾ വേദനയില്ലാതെയും സന്തോഷത്തോടെയും ഈ ഭൂമിയിൽ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട്. അതുകൊണ്ട് പ്രഖ്യാപിത നയം അത് തന്നെയാണ്. ഞങ്ങളാരും ഈ വിഷയത്തിൽ, നിങ്ങളുടെ വിശ്വാസ വിഷയത്തിൽ ഒന്നും ഇടപെടത്തില്ല. എന്താ കാര്യം? ഞങ്ങളോട് വിശ്വാസ വിഷയത്തിൽ ഇടപെടാനല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ജീവിത സങ്കടങ്ങളിൽ ദൈവത്തിൻ്റെ ആശ്വാസം പകർന്ന് തരാൻ നിങ്ങളെ തന്നെ ഒരുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതൊക്കെ മനസ്സിലാകും. അച്ഛന് ആൾക്കാരുമായിട്ട് ബന്ധമില്ല, അച്ഛൻ നിങ്ങളുടെ സംഭാവനയോ പണവുമായിട്ട് ബന്ധമില്ല. അച്ഛൻ എൻ്റെ അടുത്ത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉടമ്പടി എല്ലാം കറക്റ്റായിരിക്കണം. പിന്നെ എന്താണ്? നിങ്ങളുടെ വിഷയത്തിൻ്റെ രേഖ ഉണ്ടാകണം. അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് മനസ്സിലായില്ല എന്തിനാ പ്രാധാന്യമെന്ന്. എന്തിനാ പ്രാധാന്യം? വിഷയത്തിനാണ് പ്രാധാന്യം. വിഷയത്തിനാണ് പ്രാധാന്യം. കാര്യം നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ, നിങ്ങൾ ആരായാലും, ഇവിടെ ഇപ്പോൾ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ കത്തോലിക്കൻ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി അല്ലാത്ത വ്യക്തി അങ്ങനെയല്ല കാണുന്നത്. നമ്മൾ ആൾക്കാരെ കാണുന്നത് സങ്കടമുണ്ടോ, സങ്കടമില്ലേ, അത്രയേ ഉള്ളൂ. രോഗമുണ്ടോ, രോഗമില്ലേ, ആ വിഷയത്തെ കാണുന്നത്. പക്ഷെ ആ വിഷയത്തിന് ഞങ്ങളെന്താ ചെയ്യണത്? ഞങ്ങൾ അനുഭവിച്ച ദൈവാനുഭവത്തെ നിങ്ങൾക്ക് പകർന്നു തരും. കാരണം ഞങ്ങൾക്ക് വേറെ അനുഭവങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞാൻ അനുഭവിച്ച ദൈവാനുഭവത്തെ നിങ്ങൾക്ക് പകർന്നു തരും. അപ്പോഴെന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങൾക്ക് എന്തു ചെയ്യണം? നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ജെനുവിനാണോ ഇല്ലയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായ? നിങ്ങൾ സഹിക്കുന്ന സഹനങ്ങൾക്ക് ആ സഹനത്തിൻ്റെ സമയത്ത് കൊളോസ്യസ് 1:11 അനുസരിച്ച് കൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകണം. അപ്പോൾ എന്ത് ജോലി, പ്രേക്ഷിത ജോലി ആയാലും അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തി ആയാലും നിങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വന്നെങ്കിൽ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആനുപാതികമായിട്ടുള്ള കുറവുണ്ടാകും. കാര്യം കർത്താവ് 30 മേനിയെന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെ 60 മേനിയെന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെ 100 മേനി. ഇപ്പോൾ ഞാൻ പറയും, യേശുവെ എല്ലാം കൂടി 100 മേനിയെന്നൊക്കെ പറഞ്ഞാൽ പോരെ, പിന്നെ എന്തിനാണ് 30 പറയണത്? അപ്പം ചില ആൾക്കാരുടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആത്മീയ അനുഭവത്തിൻ്റെ അനുപാതമനുസരിച്ചും നിങ്ങളുടെ ഉടമ്പടിയിലുള്ള നിക്ഷേപം അനുസരിച്ച് കൊണ്ടും വിശ്വാസത്തിലുള്ള നിക്ഷേപം അനുസരിച്ച് കൊണ്ടുമാണ് ഈ മേനി വ്യത്യാസപ്പെടുന്നത്. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കർത്താവ് പറയും, ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. ലൂക്കാ 7:28. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. മത്തായി 11:11. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നേക്കാൾ വലിയവനില്ല. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. 5:19 മത്തായി. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മത്തായി 5:19. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ ഇപ്പൊ രണ്ട് എൻ്റെ മനസ്സിലായില്ലേ? ആദ്യം വായിച്ച ഏതായിരുന്നു? മത്തായി 10:11. അത് സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ. മത്തായി 5:19 വായിച്ചത് എന്താണ്? സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. അപ്പോൾ ദൈവരാജ്യത്തിൽ തന്നെ വലുതും ചെറുതുമുണ്ട്. ഇത് എന്തിനാനുപാതികമായിരിക്കും?
നമ്മൾ ആർജിക്കുന്ന കൃപയ്ക്ക് ആനുപാതികമായിരിക്കും. അനുഗ്രഹത്തിനല്ല. ഈ ഭൂമി വെച്ച് അനുഗ്രഹം, ദൈവത്തെ വിശ്വസിക്കാത്തവർക്ക് അനുഗ്രഹം കിട്ടും. അത് ഫിസിക്കൽ ബ്ലെസ്സിങ്സ് എന്ന് പറയും, ഭൗതിക ആനുകൂല്യങ്ങൾ. അത് നിരീശ്വരവാദികളും കിട്ടും. വിശ്വാസം ഇപ്പോൾ തന്നെ ആ ഇംഗ്ലണ്ടിൽ ഇപ്പോൾ പാസ്സായി വന്നിരിക്കുന്ന പ്രധാനമന്ത്രി നിരീശ്വരവാദിയാണ്, ഇല്ലേ? അപ്പോൾ നിരീശ്വരവാദിയാണെങ്കിലും ഭൗതിക ആനുകൂല്യങ്ങൾ കിട്ടും. നമ്മൾ പറയുന്നത് ദൈവത്തെ അനുഭവിച്ച ആൾക്കാരുടെ ഏറ്റക്കുറച്ചിലാണ്. എന്താ അത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ഭൂമിയിൽ എന്ത് കിട്ടണമെന്നും പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ, നിലവിലില്ല. ദൈവം ഈ ഉടമ്പടി ചെയ്യണത് എന്താണ്? ദൈവരാജ്യത്തിൽ വലിയവനുമുണ്ട് ചെറിയവനുമുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാകണത്? അവൻ ആർജിക്കുന്ന, അതാണ് കൊളോസ്യസ് 1:11 എന്താ വായിച്ചത് നമ്മൾ? സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും, പറഞ്ഞേ, സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. അപ്പൊ ഒന്നുകൂടി വായിച്ചത്, സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിൻ്റെ ആനുപാതികമായി സർവശക്തിയിലും ബലം പ്രാപിക്കുന്നതിനാണ് നമ്മളെ കൃപയുടെ അഭിഷേകം എന്ന് പറയണത്. ദൈവം കവനൻ്റിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ശക്തി ധരിക്കുക എന്നുള്ളതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ബലം പ്രാപിക്കുക. മനുഷ്യൻ ബലം പ്രാപിക്കുന്നത് ഒക്കെ നല്ല പ്രോട്ടീൻ കഴിച്ച് ജിംനേഷ്യത്തിൽ പോകുമ്പോഴാണ്. പക്ഷേ കൃപയുടെ ഉദ്ദേശം ആത്മാവിൻ്റെ ബലം പ്രാപിക്കലാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും. 23 വർഷമായിട്ട് മക്കളില്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ ഉടമ്പടി എടുക്കുമ്പോൾ ഉടനെ ആ മാസം തന്നെ മക്കളുണ്ടാകണത്? അപ്പോൾ മാതാവ് കൊടുക്കണത്. അപ്പോൾ ഭൗതിക ആനുകൂല്യത്തിൽ ഈ ആൾക്കാരെ ഒരു പഞ്ഞവും ഇല്ല. പക്ഷെ ദൈവം ഉന്നം വെക്കുന്നത് അതല്ല. ഈ ഒരു സങ്കീർണമായ ഭൗതിക സാഹചര്യത്തിന് സമ്മർദ്ദം നൽകിയിരിക്കുന്നത് അതിലൂടെ നിങ്ങളുടെ ആത്മാവിനെ ബലപ്പെടുത്താനുള്ള സാധ്യതകൾ അന്വേഷിക്കുകയാണ് ഉടമ്പടി. പിടിയോ? അതെന്താ ചെയ്യണം? അതിൽ സഹനത്തിന് ഒരു വ്യക്തിക്ക് എപ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് അഗൈൻ. വായിച്ചേ. സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. അപ്പൊ നിങ്ങൾ ബലം പ്രാപിക്കുന്നത്, ഈ വാക്കും ദൈവരാജ്യം ബലവശമാക്കിയിരിക്കുന്ന വാക്കും സെയിമാണ്. Take the bed of God. ദൈവരാജ്യം ബലവശമാക്കിയിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 11:12. സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ, സ്നാപകയോഹന്നാന്റെ കാലം മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. അപ്പൊ ദൈവരാജ്യം ബലവാന്മാരാണ് പിടിച്ചടക്കുന്നത്. ഈ ബലമെന്ന് പറയണത് എന്താണെന്നാണ് ഈ പറയണത്. എന്താണ് ബലം? കൃപയാണ് ബലം. പിടിയ കൃപ നമ്മൾ ആർജിക്കുന്നതിന് ആനുപാതികം എന്താ വെച്ചാൽ അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിൻ്റെ ആനുപാതികമാണ്. അല്ലാതെ നമുക്ക് വേറെ തോതില്ല, കൃപയ്ക്ക് തോതില്ല. കൃപയ്ക്ക് കൊളോസ്യസ് 1:11 ഒരേ തോതേ വെച്ചിട്ടുള്ളൂ. എന്താണ്? അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിൻ്റെ ആനുപാതികം. അത് 100 മേനിയാണ്. ഇതാണ് കർത്താവ് പറയണത്. നീതിമാന്മാർ എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെപ്പോലെ ശോഭിക്കും. മത്തായി 13:43. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നീതിമാന്മാർ തന്റെ പിതാവിന്റെ രാജ്യത്തിൽ നീതിയെ സൂര്യനെ പോലെ പ്രശോഭിക്കും. ഈ മത്തായി 13:43 ആണ് 1 കൊളോസ്യൻസ് 1:11. എന്താണ്? അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവം എന്ന് പറയണത് അത് സൂര്യനാണ്. അതിന് ആനുപാതികമായിട്ടാണ്. അതുകൊണ്ടാണ് ഈശോ സൂര്യനെക്കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ. പത്രോസ് അത് 100 മേനിയാണ്.
പക്ഷേ ഈശോയ്ക്ക് ഒരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. എന്താണ്? ദൈവരാജ്യം നല്ല നിലത്ത് വീണത് 100 മേനിയും, ചിലത് 60 മേനിയും, ചിലത് 30 മേനിയും. അപ്പോൾ മറ്റുള്ളവർ 30 മേനിക്കാർക്കും ചാൻസ് ഉണ്ട്. പക്ഷേ അതിന് ഈശോ എന്താ പറഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പൗലോസാണ് പറഞ്ഞിരിക്കണത്. 1 കൊരിന്ത്യർ 15:41 എന്താ പറയണത്? പുനരുദ്ധാനത്തിലെ ആത്മാക്കൾ ഇങ്ങനെ ഇരിക്കും. ചിലത് നക്ഷത്രങ്ങളെപ്പോലെ ഇരിക്കും, ചിലത് ചന്ദ്രനെപ്പോലെ ഇരിക്കും. അതാണ് 60 മേനി. നക്ഷത്രം 30 മേനി. പിന്നെ എന്താണ്? ചിലത് സൂര്യനെ പോലെ ഇരിക്കട്ടെ. ഇതെവിടെ? അതാകുമ്പോൾ 100 മേനി. 1 കൊരിന്തോസ് 15:41. 1 കൊരിന്തോസ് 15:41. സൂര്യന്റെ തേജസ് ഒന്ന്, സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്, നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന് പറയുമ്പോഴേ, നമ്മൾ ഈ ഭൂമിയിൽ ആർജിക്കുന്ന കൃപ ആർജിച്ചത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയണത്. അത് 1 കൊരിന്ത്യർ 11 മനസ്സിലാക്കാൻ പറ്റാതെ സഹനത്തിന് സന്തോഷമുണ്ടാകും. എൻ്റെ മക്കളെ, നിങ്ങളുടെ സഹനങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നത് വരെ കൃപ ആർജിക്കാനുള്ള പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കും. ഇതുകൊണ്ട് തന്നെയാണ് ബുദ്ധിപരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ അകത്ത്. ഇതൊരു മാത്തമാറ്റിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണിത്. നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്കൊരു അമ്മായിയമ്മ, ഇപ്പം ഇന്നാൾ ഒരു ചേട്ടത്തി സാക്ഷ്യം പറഞ്ഞാൽ എന്താണ് സാക്ഷ്യം പറഞ്ഞാൽ? അച്ഛാ എന്താ പറഞ്ഞവർ? ഒരു അമ്മായിയപ്പം സാക്ഷ്യം പറഞ്ഞില്ലേ? എൻ്റെ മകളെ ഒരു കടുവക്കാണ് കെട്ടിച്ചതെന്ന്. അപ്പം അച്ഛൻ വാപത്തി പിടിച്ച് മൈക്കും പോവാക്കി കളഞ്ഞ്. കാര്യം കടുവ വേണം ഇവിടെ വന്ന് നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫിനെ കൈകാര്യം ചെയ്യുന്ന മേക്കിൽ വെച്ചല്ലേ പറയണത്. എൻ്റെ മകളെ ഒരു കടുവക്കാണ് കെട്ടിച്ചത്. അപ്പം കടുവയായിരിക്കും. ഈ കടുവയെ നമ്മൾക്ക് പൂച്ചയാക്കാൻ പറ്റും, പുലിയെ പൂച്ചയാക്കാൻ പറ്റും. 2 തരത്തിലാണ് വരണത്. ഒന്ന്, കൃപയാർജിക്കുമ്പോൾ നിനക്കത് അവരുണ്ടാക്കുന്ന സങ്കടങ്ങൾ, സംഘർഷങ്ങൾ നിനക്ക് സന്തോഷമാക്കി തോന്നും. എന്താ കാര്യം? ഇതിലൂടെ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ ഞാൻ പങ്കെടുക്കുന്നു. അതാണ് സംഭവം. ഇതിലൂടെ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ ഞാൻ പങ്കെടുക്കുന്നു. ക്രിസ്തുവിൻ്റെ സഹനം എന്ന് പറയണത്, കർത്താവ് ഇനി ആർക്കും ഒന്നും അവിടെ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇനി കർത്താവ് റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. ആ റെക്കോർഡിൻ്റെ അപ്പുറത്ത് ഇനി ആർക്കും റെക്കോർഡ് ഇടാൻ പറ്റത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ, അവൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെയും ആൾക്കാർ അവനെ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന്, നമ്മളെല്ലാ സംഭവം മരിച്ചോടുകൂടി തീരുമല്ല. ക്രിസ്തുവിൻ്റെ സഹനം മരിച്ചിട്ടും തീരണില്ല. അവിടെ INR എഴുതി വെച്ചിട്ടുണ്ട്. അവൻ നോക്കിയിട്ട് വഴിയെ പോകുന്ന ആൾക്കാർ പറയും, എന്താ പറയണത്? ഇവൻ രാജാവല്ലേ, ഇവൻ എന്നാൽ പിന്നെ ഇവനെ രക്ഷിക്കാൻ പാടില്ല, ഞാൻ ഇറങ്ങി വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവർ അപ്പം മരിച്ചിട്ടും ആക്ഷേപിക്കുന്നതിലേക്ക് അവിടം വരെ എത്തിയിട്ടില്ല സെൻറ്റ് പോൾ പറയണത്. അവൻ മരണത്തോളോ തന്നെ താഴ്ത്തിയെന്നാണ് പറയണത്. പക്ഷെ അവൻ മരണത്തോളം അല്ല താഴ്ത്തിയത്. അവൻ മരണാനന്തരം തന്നെ താഴ്ത്തിയവനാണ് ക്രിസ്തു. കൈയടിച്ച് സ്തുതിക്കട്ടെ. ആരാധിക്കുന്നു മരണത്തെ ജയിച്ചവനെ, ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മരണാനന്തരവും ഇങ്ങനെ ഒരു തുണിയുടെ നഗ്നതയിൽ ഒരു കുറവിറച്ചിയായിട്ട് പെരുവഴി തൂങ്ങിക്കിടക്കുമ്പോഴും അവൻ മരിച്ചിട്ടും അവനെ ആക്ഷേപിച്ചുകൊണ്ട് ജനങ്ങൾ പോകുന്നതായിട്ട് സുവിശേഷം പറഞ്ഞാണ് ഈ സുവിശേഷം എന്ന് പറയുന്ന മഹാസംഭവം അവസാനിക്കുന്നത്. അപ്പോൾ അവന് മരണാനന്തരവും തന്നെ താഴ്ത്തിക്കൊണ്ട് നമ്മൾക്ക് സഹനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അവസാനം മാതൃകയായിട്ട് അവൻ കാലത്തിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ്. ഇവൻ്റെ അരൂപി നമ്മൾ സ്വീകരിക്കാനാണ് സതീഷിനോട് പരിശുദ്ധാത്മാ പറയണത്, ടേക്ക് ഹിസ് പാർട്ട്. എന്ത് മനോഹരമാണത് കേൾക്കാൻ ആ സാക്ഷ്യം. ഇവൻ്റെ അരൂപി, ഇവനാണ് ലോകത്തെ ജയിച്ചവൻ.
അവനിൽ നിനക്കൊരു പങ്കാളിത്തം വേണമെന്ന് പറയും. ദൈവം സ്നേഹിക്കുന്നവർക്ക് ദൈവം ആദ്യം കൊടുക്കുന്നത് ക്രിസ്തുവിലുള്ള പങ്കാളിത്തമാണ്. കൈയിടിച്ച് സ്തുതിക്കട്ടെ. കൊല്ലപ്പെട്ടാലും ബൈബിൾ അവസാനിക്ക് പറയും അവൻ കൊല്ലപ്പെട്ടിട്ട് നിന്നുവെന്ന് പറയും. എന്താ പറഞ്ഞിരിക്കുന്നത്? കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സഹനം അവനെ കത്തിച്ച് കളയണില്ല. കർത്താവ് പറയും മരണം, ഈ രോഗം മരണ കാരണമല്ല എന്ന് പറഞ്ഞ പോലെ ഈ സഹനം നമ്മുടെ നാശത്തിൻ്റെ കാരണമല്ല, മറിച്ച് രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാകുമ്പോഴാണ് സഹനം സന്തോഷമായിട്ട് മാറുന്നത്. എൻ്റെ ദൈവവേദനേ, ഈ ഒരു സന്തോഷത്തിലേക്ക് നീങ്ങണമെങ്കിൽ നീ ക്രിസ്തുവിനെയാണ് കവനന്റിൽ ഉടമ്പടി ലക്ഷ്യം വെക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവേ, ലോകത്തെ സഹനത്തെ ജയിച്ച നിന്റെ നാമത്തിലെ വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യുമ്പോൾ ഭൗതിക യാഥാർത്ഥ്യങ്ങളെക്കാൾ നിന്റെ നാമത്താൽ, നാമത്തിന്റെ കൃപയാൽ, നാമത്തിന്റെ ശക്തിയാൽ അഭിഷേകം ചെയ്യണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. നിൽക്കും കുഞ്ഞാടേ ശ്രമേതി പാടാം. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ മുൾമുടി ചൂടിട്ടും കുരിശു ചുമന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു, നിൽക്കുകയാണല്ലോ. മുൾമുടി ചൂടിട്ടും കുരിശു ചുമന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു, നിൽക്കുകയാണല്ലോ. മുൾമുടി ചൂടിട്ടും കുരിശു ചുമന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു, നിൽക്കുകയാണല്ലോ. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഇത് കൊണ്ടാണ് ബൈബിളിലെ സഹനം സന്തോഷമാക്കുന്നതിന് വേണ്ടി ആന്തരിക സന്തോഷം, ഇത് ആന്തരിക സന്തോഷമാണ്. അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമെന്ന് നമ്മൾ 14-17 പറയണത് അല്ലേ. ദൈവരാജ്യം, അത് ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറയണത്. എന്താണ് ദൈവരാജ്യം? പറഞ്ഞേ. ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അപ്പൊ ആത്മാവ് സന്തോഷം കൈമാറുന്നത് ക്രിസ്തുവിന് നമ്മൾ പങ്കാളികളാകുമ്പോഴാണ്. ക്രിസ്തു എന്ന് പറയുന്നത് സകലത്തിനെ ജയിച്ച അവസാനത്തെ വിജയിയുടെ പേരാണ്. എല്ലാ സകല സാഹചര്യങ്ങളെയും അതിജീവിച്ച ഒരു യുണീക്ക് റെഡീമറായി ഈശോ മാറുന്നത് ഇവിടെ വെച്ചാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ക്രിസ്തുവേ, നിൻ്റെ ബലം, നിൻ്റെ സഹനമല്ല. സഹനത്തിന് കൃപയ്ക്കും വേണ്ടി ബൈബിൾ ഉപയോഗിക്കുന്ന ഒറ്റ വാക്ക് ബലമെന്നുള്ളതാണ്. എന്നെ ബലപ്പെടുത്തണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായില്ലേ? നിങ്ങളെ ഇപ്പോൾ ഉടമ്പടിയുടെ എന്തെങ്കിലും ഒരു വിഷയം, ഇപ്പം നിങ്ങൾ റിസൾട്ട് നോക്കി ഒരു വിഷയം പോയി, അപ്പോൾ എൻ്റെ ഉടനെ ഞാനെങ്ങനെ കൂട്ടുകാരുടെ മുമ്പിൽ നോക്കും, ഞാനെങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ നോക്കും, ഞാൻ നാളെ കയറി പോകുന്നതാണ് പറഞ്ഞിരിക്കണത്, ഞാൻ ലോൺ എടുത്ത് പോയില്ല, 20 ലക്ഷത്തിൻ്റെ പലിശ ഞാൻ കൊടുക്കണമല്ല, ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് പട്ടി മോങ്ങണ പോലെ മോങ്ങരുത്. കമ്പ്യൂട്ടർ നോക്കുമ്പോൾ നിങ്ങളുടെ വിഷയം കണ്ടില്ലെങ്കിൽ കർത്താവ് കാണുന്നുണ്ട് എല്ലാ കാര്യം. കർത്താവിന് പദ്ധതിയുണ്ട്. നീ ചിലപ്പോൾ കയറിപ്പോയി കഴിഞ്ഞാൽ, ഈ സമയത്ത് കയറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് അവിടെ അതിൻ്റെ അക്കോമഡേഷൻ കിട്ടിയില്ലെന്ന് വരും.
അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരും. നിന്നെക്കാളുന്നല്ല നിൻ്റെ വഴി കർത്താവിനറിയാം. അതിന് കർത്താവ് നിൻ്റെ വഴി ക്രമീകരിക്കുകയാണ്. അപ്പം നീ എന്താ പറയേണ്ടത്? എൻ്റെ ഫയൽ കർത്താവ് എടുക്കണവരെ എന്നെ ബലപ്പെടുത്തണമേ. ബലപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ സഹനങ്ങൾക്ക് ആനുപാതികമായ കൃപ നൽകണമേ. അതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവിൻ്റെ സഹനങ്ങളിലെ ക്രിസ്തു സന്തോഷിച്ചതുപോലെ എന്നെയും എൻ്റെ സഹനങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. കൈയടിക്കട്ടെ. സഹനത്തിലുണ്ടായിരുന്ന സന്തോഷം നൽകി ഞങ്ങളുടെ സമൂഹത്തെ അഭിഷേകം ചെയ്യണമേ. ഒരുമിച്ച് പാടുക. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. നിങ്ങളുടെ ജീവിത ദുരിതങ്ങളുടെ മേൽ ദൈവിക ആധിപത്യം പ്രാപിക്കുന്ന ശാസന പ്രാർത്ഥനയുടെ സമയമാണ്. ഓൺലൈനിൽ ഈ പ്രാർത്ഥന കൂടുന്നവർ എന്നെല്ലാം കൂടിയാലും ഇതേ അനുഭവത്തിൽ നിങ്ങൾക്ക് അഭിഷേകം ചെയ്യപ്പെടും. കാര്യം ഇത് ഉടമ്പടി ആരാധനയാണ്. ആരാധന പോലും ഉടമ്പടി എന്ന പദ്ധതിയിൽ ഇൻഷുറാണ്. അതുകൊണ്ടാണ് കാലാതീതമായി നിന്നെ ഈ ആരാധന സഹായിക്കുന്നത്. എൻ്റെ മക്കളെ, കൈകളടച്ച് കൈകൾ കൂപ്പി ആദരവോടെ നിൽക്കുക. കർത്താവിൻ്റെ സന്ദർശന സമയമാണ്. രക്ഷയുടെ ദിനങ്ങൾ നീ ആരംഭിക്കുകയാണ്. നിൻ്റെ ജീവിതത്തിലെ 10,000 കാലുകുത്തിയിട്ട് അനുഗ്രഹം പ്രാപിച്ച മണ്ണിലേക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ സന്നിധാനത്തിലേക്ക് ഈ കാലത്ത് ദൈവം നിന്നെ ക്ഷണിച്ചിരിക്കുന്നത് ആകസ്മികമായി സംഭവിച്ചതല്ല. ദൈവത്തിൻ്റെ കരുതിക്കൂട്ടിയുള്ള ഡെലിബറേറ്റ് ആയിട്ടുള്ള പരിപാലനയുടെ ഭാഗമാണ്. ദൈവം നിന്നെ സ്നേഹിക്കുന്ന. കടങ്ങളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം, മറ്റുള്ളവർ നിന്നെ കേസിൽ പെടുത്തിയിരിക്കാം. നിന്റെ ഭർത്താവ് സഹോദരങ്ങളെ പോസ്കോ കേസിൽ ജയിലിലാകാം. എന്തുമാകട്ടെ, ഈ കാലം കടന്നു പോകും. കാര്യം ഇതെല്ലാം ജയിച്ചവനാണ് ക്രിസ്തു. ധൈര്യമായിരിക്കും. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുമെന്ന് പറഞ്ഞവൻ്റെ സന്നിധാനത്തിലാണ് നീ നിൽക്കുന്നത്. നിനക്ക് ദാനമായി അവനെ അനുഭവിക്കാൻ വേണ്ടി ദൈവം നിനക്ക് നൽകിയ ദാനമായി നൽകിയ ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ് പരിശുദ്ധ അമ്മ. അമ്മ തന്നെ ദൈവിക ദൗത്യം നിർവഹിച്ച ദൈവിക ഉടമ്പടിയിലാണ് നിന്നെ ഇപ്പോഴ് പങ്കാളിയാക്കിയിരിക്കുന്നത്. നീ ഉടമ്പടിയെ പരിചയപ്പെട്ടോ, പരിശുദ്ധ അമ്മയെ പരിചയപ്പെട്ടോ, യേശുവിനെ കുറിച്ച് കേട്ടോ. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഒരു കൈ വലത് കൈ ശിരസിലും ഇടത് കൈ നെഞ്ചിലും ചേർത്ത് പിടിക്കുക. കർത്താവേ, വിശ്വാസത്തിൽ നിന്റെ അവകാശമായ മക്കള് നിന്റെ പരിശുദ്ധ ദൈവമാത പ്രത്യക്ഷപ്പെടുവാൻ നീ അനുഗ്രഹം നൽകിയ വിശുദ്ധമായ മണ്ണിൽ നിന്നുകൊണ്ട് അവിടെ കണ്ണീരിൻ്റെ കാലത്ത് നിന്ന് നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ആഗ്രഹ ദൈവമേ, എല്ലാവരും പരിത്തത്തിയായി മരുഭൂമിയിലേക്ക് വലിച്ചെറിയുമ്പോഴും കുളിർജടമായി നീ മരുഭൂമിയിൽ ഒഴുകി വന്ന ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാരെ മരുഭൂമിയിൽ മേഘസ്തംഭമായി തണലേക്ക് നയിച്ച ദൈവമേ, ഹോറേബിലെ മുൾമരമെരിയാതെ എരുതി നടുവിൽ
നീ ജ്വലിച്ചു നിന്ന ദൈവമേ, നിന്റെ ദിവ്യ സാന്നിധ്യമായി ഇത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് കടലിന് മീതെ നടന്നുകൊണ്ട് കടലിനെ ശാന്തമാക്കിയ പരിശുദ്ധ ദിവ്യകൃപാനെ നിനക്ക് നേരവും ആരാധനയും സ്തുതിയും സ്തോത്രമുണ്ടാകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഒരുമിച്ച് പാടുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. കർത്താവേ, നിന്റെ പഞ്ചക്ഷതങ്ങളെ ഓർത്തുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ തിരുമുറുപാർന്ന വലതുകരം ഈ മക്കളിലേക്ക് സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. സദ്യബന്ധങ്ങൾ കർത്താവിനൊപ്പം നിറയട്ടെ. ശ്രദ്ധിക്കട്ടെ. മാംസപേശികളിലെ കർത്താവിനൊപ്പം നിറയട്ടെ. രക്തഞരമ്പുകളിൽ കർത്താവിനൊപ്പം നിറയട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും ആന്തരിക അവയവങ്ങളിലും കർത്താവിനൊപ്പം നിറയട്ടെ. ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ കർത്താവിനൊപ്പം നിറയട്ടെ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ ശക്തിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ കർത്താവേ, ഈ മക്കളുടെ മേലെ ദൈവിക ശക്തി ഒരുക്കണമേ. എല്ലാ കോശങ്ങളിലും പേശികളിലും ദൈവിക ശക്തി ഒരുക്കണമേ. മാർഗരോഗങ്ങള്, തീരാവേദ്യങ്ങള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. എല്ലാ രോഗദുരിതങ്ങളും മാറിപ്പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. അപ്പാ ദേവപിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അങ്ങേ കൈകള് ഈ മക്കളുടെ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഈ മക്കളിലേക്ക് ഒഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജോലിയില്ലാത്ത മക്കള്, പരീക്ഷയിലെ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ആശങ്കയോടെ ജീവിക്കുന്ന മക്കള്, ജപ്തി നടപടികളെ നേരിട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വരുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് മക്കളെ കൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കള്, ഉറങ്ങിയിട്ട് ദിവസങ്ങളായി, ഭക്ഷണം സമാധാനത്തോടെ കഴിച്ചിട്ട് ദിവസങ്ങളായി എന്ന് പറഞ്ഞുകൊണ്ട് തേങ്ങി നടക്കുന്ന മക്കള്, കർത്താവേ, ഒരു മകനെപ്പോലും കൈവിടാത്തവനെ, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്ന ആശ്വസിപ്പിക്കുന്നവനെ നിന്റെ തിരുമുറുപാർന്ന് വലതു കരുത്ത കർത്താവെ, മക്കളെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ ഇവിടെ ഉടമ്പടി ചോദിക്കുന്ന മുഴുവൻ മക്കളുടെ മേലും ഈ മണ്ണിൽ ചവിട്ടി പ്രാർത്ഥിച്ച് കടന്നു പോയിട്ടുള്ള എല്ലാ മക്കളുടെ മേലും ദൈവത്തിൻ്റെ അടയാളങ്ങൾ പതിയട്ടെ. യേശുവിന്റെ നാമത്തിൽ മാർഗ തടസ്സങ്ങള്, ജീവിത ദുരിതങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. സൗഖ്യം നൽകണമേ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സന്തോഷം നിറഞ്ഞ സാക്ഷിയായി എന്നെ ഉയർത്തണമെന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവേ, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, മക്കളുടെ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയതിനോർത്ത് ബന്ധിക്കുന്നവരുണ്ട്, മക്കള് വിളിക്കാത്ത മാതാപിതാക്കന്മാരുണ്ട്, മക്കള് ഇപ്പോഴും അംഗീകരിക്കാത്ത മാതാപിതാക്കന്മാരുണ്ട്, കൈവിട്ടു പോയ പോലെ തോന്നണവരുണ്ട്.
കർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വഴി നടക്കാൻ പറ്റാത്ത സ്ഥല അവസ്ഥയിൽ കണ്ടവൻ്റെ പുരിടത്തിലാകുമ്പോൾ എപ്പോഴും സംഘർഷത്തിൽ ജീവിക്കുന്നവരുണ്ട്. രേഖകൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. കാണാതെ പോയ വസ്തുക്കളും കാണാതെ പോയ വ്യക്തികളുമുണ്ട്. സാമ്പത്തിക കടങ്ങൾ പരിഹരിക്കാൻ യാതൊരു മാർഗം കാണാത്തവരുണ്ട്. വിവാഹം താമസിച്ച് പോകുന്നവരുണ്ട്. മക്കളില്ലാത്തവരുണ്ട്. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. എല്ലാവരെയും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി കർത്താവെ, അങ്ങ് ലോകത്തിന് അങ്ങ് അവർ ഏറ്റെടുത്തുകൊണ്ട് വീണ്ടെടുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ കണ്ണച്ചൊരിയുടെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരുണ്ട്. ഭക്ഷണ പഥ്യമുള്ളത് കാരണം, രോഗങ്ങൾ കാരണം ശരീരത്തിന് മരുന്ന് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തളർന്നു പോയവരുണ്ട്. കർത്താവെ, എല്ലാവരും സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കണ്ണച്ചൊരിയട്ടെ. മരുന്ന് ലേവനമല്ല കർത്താവെ. അങ്ങനെ ഒരുപാട് മക്കളെ സുഖപ്പെടുത്തെങ്കിൽ ദൈവത്തിൻ്റെ കരുത്ത്, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തി എല്ലാ മക്കൾക്കും സൗഖ്യം നൽകട്ടെ. ശ്രദ്ധിക്കട്ടെ. സുഖപ്പെട്ടുകൊണ്ട് ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന. ദൈവമായ നന്ദി, ദൈവമായ ആരാധന. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കൈകൾ കൂപ്പി വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ സഹന സാഹചര്യങ്ങളെല്ലാം ഈശോയുടെ കുരിശോട് ചേർത്തുകൊണ്ട് നിത്യത വരെ ഈശോയെ നിന്നെ ലക്ഷ്യമാക്കി മാത്രം യാത്ര ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സഹന സാഹചര്യങ്ങളിലെല്ലാം വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ മുന്നേറിക്കൊണ്ട് ബലപ്രയോഗത്തിലൂടെ നിൻ്റെ രാജ്യം കൈവശപ്പെടുത്തുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന സഹന സാഹചര്യങ്ങളെല്ലാം ഈശോയെ നിൻ്റെ കൃപ വന്ന് നിറഞ്ഞ് നിൻ്റെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയോടെ പിതാവിൻ്റെ കൃപയിലേക്ക് മുന്നേറുവാനുള്ള വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.